കരിമഞ്ഞളാണ്. ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. കസ്തൂരി മഞ്ഞളിനേക്കാളും ഡിമാൻഡാണ് ഇതിന്. അത് സ്കിന്നിൻ്റെ എല്ലാ രോഗത്തിനും നല്ലതാണ് ഇത് കരിമഞ്ഞൾ. ഇവിടെ നിൽക്കുന്നത് സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ടാണ് ഈ വയലറ്റ് വരയ്ക്ക് കളറില്ലാത്ത. പക്ഷേ ഇതിൽ വേറൊരു വ്യത്യാസം എന്ന് വെച്ചാൽ മഞ്ഞക്കൂവയുണ്ട്. മഞ്ഞക്കൂവയ്ക്ക് ഈ വയലറ്റ് ലൈൻ നടുക്ക് കാണും. പക്ഷേ മഞ്ഞക്കൂവയാകുമ്പോൾ അതിന് നമുക്ക് ഇത് സ്കിന്നിനെല്ലാം പ്രോബ്ലം വരുന്നുണ്ട്. സാധാരണ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയെന്ന് പറഞ്ഞ് കൊടുക്കുന്നതെല്ലാം മഞ്ഞക്കൂവയുടെ പൊടിയാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ ഒഴിക്കുമ്പം അകത്തൊരു നീല കളറായിരിക്കും. ഇത് കരിമഞ്ഞളാണ്. ഇത് സ്കിന്നിനുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് നല്ലതാണ്. അതായത് എനിക്ക് തന്ന ഒരു വൈദ്യനാണ് തന്നത്. വൈദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനെ തുളസിത്തറ എങ്ങനെയാണ് അതേപോലെ നമുക്ക് സൂക്ഷിക്കണം, ശുദ്ധമായിരിക്കണം. പിന്നെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമേ ഇത് മണ്ണിൽ നിന്ന് പുറത്തെടുക്കാവൂ. ഇരുമ്പ് തുളരുന്നൊക്കെ പറഞ്ഞാണ് എനിക്ക് തന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അനേകം പേർക്ക് ഞാൻ അത് കൊടുക്കുകയും ചെയ്തു. ഒരുപാട് ആൾക്കാർ നട്ട് വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്.